നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ വിളിച്ചിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് ബെവ്കോ LDC. അപ്പോൾ ബെവ്കോ LDC എന്ന് പറയുന്നത് ഒരുപാട് നിയമന സാധ്യതയുള്ള ഒരു പോസ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും അവസാനം നടന്ന PSC ഏറ്റവും അവസാനമായിട്ട് നടത്തിയ ബെവ്കോ LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് പേരൊന്നും കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല. എന്തായാലും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കിയിരിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പൊ 2016 PSC അവസാനം നടത്തിയ ബെവ്കോ LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിൽ സൈക്കിൾ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഇന്ത്യയിൽ സൈക്കിൾ സിറ്റി എന്നറിയപ്പെടുന്നത് ലുധിയാനയാണ്. ലുധിയാന. ദേവി ചന്ദ്രഗുപ്തം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ദേവി ചന്ദ്രഗുപ്തം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? വിശാഖദത്തൻ. വിശാഖദത്തൻ. ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവ് ആര്? ധർമ്മരാജാവാണ്. ധർമ്മരാജാവ്. കാർത്തിക തിരുനാൾ. ധർമ്മരാജാവാണ്, അതായത് കാർത്തിക തിരുനാൾ. ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവ് ആരാണ്? ധർമ്മരാജാവ്. അജന്ത എല്ലോറ ഗുഹകൾ ഏത് സംസ്ഥാനത്താണ്? അജന്ത എല്ലോറ ഗുഹകൾ മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അൽമാട്ടി ഡാം ഏത് നദിക്ക് കുറുകെയാണ്? അൽമാട്ടി ഡാം കൃഷ്ണ നദിക്ക് കുറുകെയാണ്. കൃഷ്ണ. 2015 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്? 2015 എഴുത്തച്ഛൻ പുരസ്കാരം പുതുശ്ശേരി രാമചന്ദ്രനാണ് ലഭിച്ചത്. അന്നത്തെ കറണ്ട് അഫെയർ ആണ്. ഖാന പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഖാന പക്ഷി സങ്കേതം എവിടെയാണ്? രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് മഹാദേവ് ദേശായി. മഹാദേവ് ദേശായി. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഉടനെ തന്നെ ഒരുപാട് ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴുള്ള ഒരു അടിപൊളി ഓഫർ എന്ന് പറയുന്നത്, നിങ്ങൾ കോഴ്സ് എടുക്കുകയാണെങ്കിൽ 22% ഡിസ്കൗണ്ട് ആണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ആ ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായി ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. കൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള കോയിൻസ് കൂടി കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രമേ ഉള്ളൂ, ജനുവരി 1 മുതൽ 3 വരെ. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന കോഴ്സുകൾ ജനുവരി 5 ഒരു 100 ഡേയ്സ് ബാച്ച് കോഴ്സ് ബെവ്കോ LD എക്സാമിന് വേണ്ടിയിട്ട് 10 ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് നയിക്കുന്നുണ്ട്. ഈ കോഴ്സ് ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ, ഈ പറയുന്ന എല്ലാ കോഴ്സുകളും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. 22% ഡിസ്കൗണ്ട് ആണ് കിട്ടാൻ പോകുന്നത്. കൂടാതെ GKക്ക് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് ഡിസംബർ 29 ഓൾറെഡി ഒരു ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. LP-UP എക്സാമിന് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 10th ലെവൽ എക്സാം, അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഡിസംബർ 22 ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. SCRT, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SCRT ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ട് ഡിസംബർ 15 ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ HSA പാർട്ട് A എക്സാം, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം, 12th ലെവൽ മെയിൻസ് എക്സാം, ബെവ്കോ അസിസ്റ്റന്റ് എക്സാം മുതലായ പരീക്ഷകൾക്ക് ബാച്ച് കോഴ്സസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും ജോയിൻ ചെയ്യാവുന്നതാണ്. ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ എല്ലാ കോഴ്സുകളും കിട്ടുന്നതാണ്. ഓക്കെ, അതുപോലെ KASന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഡിസംബർ 28 മുതൽ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇതും എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ മതി. ഓക്കെ. ₹1 ഒഴികെയുള്ള മറ്റെല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഗവർണർ ആണ് ₹1 ഒഴികെയുള്ള മറ്റെല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത്. സുമിത്ര മഹാജൻ എത്രാമത്തെ ലോക്സഭയുടെ സ്പീക്കറാണ്? സുമിത്ര മഹാജൻ എത്രാമത്തെ ലോക്സഭയുടെ സ്പീക്കർ ആയിരുന്നു? 16ാം ലോക്സഭയുടെ സ്പീക്കർ ആയിരുന്നു. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് KN രാജാണ്. KN രാജ്. ബംഗാളി പത്രമായ സംവാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? രാജാറാം മോഹൻ റോയി ആയിരുന്നു ബംഗാളി പത്രമായ സംവാദ് കൗമുദിയുടെ ആദ്യത്തെ പത്രാധിപർ. 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത്? 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത് മദൻ മോഹൻ മാളവ്യ. കേരളത്തിൽ
അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? ആർ ശങ്കർ ആണ് കേരളത്തിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യത്തെ മുഖ്യമന്ത്രി. കേരളത്തിൽ ഏറ്റവും കുറച്ച് കടൽത്തീരമുള്ള ജില്ല, കേരളത്തിലെ ഏറ്റവും കുറച്ച് കടൽത്തീരമുള്ള ജില്ല കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ല. 35ാമത് ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനം, 35ാമത് ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനം കേരളം. കേരളം വേദിയാകുന്നത് എപ്പോഴും കറണ്ട് അഫെയറിൽ PSC ചോദിക്കാറുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് ആരുടെ ജന്മദിനമാണ് മാതൃസുരക്ഷാ ദിനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്? മാതൃസുരക്ഷാ ദിനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനമാണ്. കേരളത്തിൽ ആദ്യത്തെ പേപ്പർ മില്ല് സ്ഥാപിതമായത്, കേരളത്തിൽ ആദ്യത്തെ പേപ്പർ മില്ല് സ്ഥാപിതമായത് പുനലൂർ. സംഘകാലഘട്ടത്തിൽ കുറിഞ്ചി എന്നത് ഏതു പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്നു? കുറിഞ്ചി എന്നത് ഏത് പ്രദേശത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്? പർവ്വത പ്രദേശം. പർവ്വത പ്രദേശം. 2016 ഓസ്ട്രിയൻ ഓപ്പൺ കിരീടം നേടിയ വനിത ആരായിരുന്നു? ആഞ്ചലിക് കെർബർ. ആഞ്ചലിക് കെർബർ. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര്? രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. കേരളത്തിൽ സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ. പൃഥ്വിരാജ് ചൗഹാന്റെ ആസ്ഥാന കവി, പൃഥ്വിരാജ് ചൗഹാന്റെ ആസ്ഥാന കവിയായിരുന്നു ചാന്തുബർദായി. ചാന്തുബർദായി. ഇന്ത്യൻ രാസ വ്യവസായത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ രാസ വ്യവസായത്തിന്റെ പിതാവ് ആചാര്യ PC റേ. ആചാര്യ PC റേ. നവജവാൻ ഭാരത് സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? നവജവാൻ ഭാരത് സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ഭഗത് സിംഗ് ആണ്. ഭഗത് സിംഗ്. 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ആര്? AC മജുംദാർ. AC മജുംദാർ. ഗുജറാത്ത് വിജയത്തിന്റെ പ്രതീകമായി അക്ബർ പണി കഴിയിപ്പിച്ച മന്ദിരം, ഗുജറാത്ത് വിജയത്തിന്റെ പ്രതീകമായി അക്ബർ പണി കഴിയിപ്പിച്ച മന്ദിരം ഏതായിരുന്നു? ബുലന്ദ് ദർവാസ. ബുലന്ദ് ദർവാസ. പ്രധാനമന്ത്രി റോസ്ഗാർ യോജന ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി റോസ്ഗാർ യോജന 8ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ആരംഭിച്ചത്. ഒരു രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി എത്ര വർഷം? ഒരു രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി 6 വർഷം. 6 വർഷം. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ മൊറാർജി ദേശായി ആണ്. മൊറാർജി ദേശായി. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ കണ്ടെത്തിയത് ആര്? ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ കണ്ടെത്തിയത് JJ തോംസൺ. JJ തോംസൺ. മൂലകങ്ങളെ ത്രികങ്ങൾ എന്ന രീതിയിൽ വർഗീകരിച്ചത് ആരാണ്? മൂലകങ്ങളെ ട്രയാഡ്സ് അഥവാ ത്രികങ്ങൾ എന്ന രീതിയിൽ വർഗീകരിച്ചത് ആരാണ്? JW ഡൊബെയ്റെയ്നർ. ഡൊബെയ്റെയ്നർ ആണ് ത്രികങ്ങൾ എന്ന് വർഗീകരിച്ചത്. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഒരു ഐസോടോപ്പ് ഏത്? ഡ്യൂട്ടീരിയം ആണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഒരു ഐസോടോപ്പ്. ഏറ്റവും കൂടിയ വിശിഷ്ട താപധാരിതയുള്ള പദാർത്ഥം ഏതാണ്? വിശിഷ്ട താപധാരിതയുള്ള പദാർത്ഥം ജലമാണ്. ജലം. സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേര് എന്താണ്? പ്രകീർണനം. പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ. സിമന്റിന്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കുന്നതിന് ഉപയോഗിക്കുന്ന രാസവസ്തുവായ ജിപ്സത്തിന്റെ ശരിയായ രാസസൂത്രം ഏതാണ്? ജിപ്സത്തിന്റെ ശരിയായ രാസസൂത്രം, ഈ ചോദ്യം ഡിലീറ്റഡ് ആണ്. ജിപ്സത്തിന്റെ രാസസൂത്രം എന്ന് പറയുന്നത് കാൽഷ്യം സൾഫേറ്റ് ആണ്. കാൽഷ്യം സൾഫേറ്റ്, അതായത് CaSO4 2H2O. CaSO4 2H2O ആണ് ജിപ്സത്തിന്റെ ശരിയായിട്ടുള്ള രാസസൂത്രം. ഇവിടെ എല്ലാം CuSO4 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, കോപ്പർ സൾഫേറ്റ് എന്നുള്ളതാണ് കാൽഷ്യം സൾഫേറ്റ് ആണ്. അതാണ് ഇവിടെ ഡിലീറ്റ് ചെയ്യാൻ കാരണം. ഒരു കുതിര ശക്തി, ഒരു ഹോഴ്സ് പവർ എന്നത് എത്ര വാട്ട് ആണ്? ഹോഴ്സ് പവർ എന്നത് 746 വാട്ട്.
ഒരു വൈദ്യുത ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏതാണ്? ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു. ആവൃത്തിയുടെ യൂണിറ്റ് ഏത്? ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ് ആണ്. ഹെർട്സ്. ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ഏതാണ്? ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. വൈറസുകൾ കാരണമല്ലാതെ ഉണ്ടാകുന്ന രോഗം. വൈറസുകൾ കാരണമല്ലാതെ ഉണ്ടാകുന്ന രോഗമാണ് സിഫിലിസ്. അപ്പോൾ വൈറസുകൾ കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ സാഴ്സ്, പന്നിപ്പനി, പേവിഷബാധ. കേരളത്തിൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയൽ. അമ്പലവയൽ. ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ ഏതാണ്? ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ ഏതാണ്? ഗ്ലോബുലിൻ. ഗ്ലോബുലിൻ ആണ്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം, അന്നത്തെ കറണ്ട് അഫെയർ ആയിട്ട് ചോദിച്ചതാണ്. ഉത്തരം വാരണാസി ആയിരുന്നു. വൈറ്റമിൻ B3യുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. വൈറ്റമിൻ B3യുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? പെല്ലഗ്രയാണ്. പെല്ലഗ്ര. രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ സ്വന്തം വീടുകളിൽ സമയാസമയം പരിശോധിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി ഏതാണ്? സാന്ത്വനമാണ്. സാന്ത്വനം. കെരാറ്റോപ്ലാസ്റ്റി ശരീരത്തിലെ ഏത് അവയവവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ്? കെരാറ്റോപ്ലാസ്റ്റി എന്നത് കണ്ണുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം. വിശപ്പ് അനുഭവപ്പെടാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഗ്രലിൻ. ഗ്രലിൻ ആണ്. മാരികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടതാണ്? മാരികൾച്ചർ എന്നത് കടൽ മത്സ്യകൃഷിയുമായി ബന്ധമുള്ളതാണ്. മാരികൾച്ചർ. അടുത്ത ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, വൺ ഓഫ് ദ പ്യൂപ്പിൾസ് ഡാഷ് സെലക്ടഡ് ഫോർ ദ കോമ്പറ്റീഷൻ. അപ്പോൾ വൺ ഓഫിന് ശേഷം പ്ലൂറൽ നൗണും സിംഗുലാർ വെർബുമാണ് ചേർക്കേണ്ടത്. ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. കാരണം ആറും പേരും ഹാവും പ്ലൂറൽ വെർബാണ്. ഈസേ ഉള്ളൂ സിംഗുലർ ആയിട്ടുള്ളത്. ഈസാണ് ഉത്തരം. ദ പോസ്റ്റ്മാൻ ഡാഷ് ലീവ്സ് ഇൻ ദ വില്ലേജ് ഈസ് വെരി ഓൾഡ്. ഒരു വ്യക്തിയെ പറ്റി പറയുന്നത് കൊണ്ട് ഹൂ. ദ പോസ്റ്റ്മാൻ ഹൂ ലീവ്സ് ഇൻ ദ വില്ലേജ് ഈസ് വെരി ഓൾഡ് എന്ന റിലേറ്റീവ് പ്രൊനൗൺ ആണ് ചേർക്കാനുള്ളത്. സാം ഈസ് വെരി ഗുഡ് ഡാഷ് മാത്തമാറ്റിക്സ്. ഒരു സബ്ജക്റ്റിൽ പ്രാഗൽഭ്യം നേടിയിട്ടുണ്ടെങ്കിൽ എന്താണ്? അറ്റാണ് ഉപയോഗിക്കാനുള്ളത്. അറ്റ്. ചൂസ് ദ മീനിങ് ഓഫ് ദ ലാറ്റിൻ വേർഡ് വൈവ വോസ്. വൈവ വോസ് എന്ന ലാറ്റിൻ വേർഡിന്റെ അർത്ഥം എന്താണ്? ഓറലി. നമ്മൾ സ്കൂളുകളിലും കോളേജിലും ഒക്കെ വൈവയുണ്ട്. അതായത് ക്വസ്റ്റ്യൻ ചോദിക്കുക, ഉത്തരം പറയാം. ഓറലി ഉള്ളതാണ്. ഓക്കെ. എ സ്റ്റുഡൻറ് ഹു സ്റ്റേസ് എവേ ഫ്രം സ്കൂൾ വിതൗട്ട് ടെല്ലിംഗ് ഹിസ് ഓർ ഹെർ പാരൻസ് ഈസ് നോൺ ആസ്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ട്രുവാൻഡ്. ട്രുവാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ്. ടീച്ചർ സെഡ് ടു ജാക്ക് ഡോണ്ട് ബി ലേറ്റ് അഗെയിൻ ടുമോറോ. ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. ഇമ്പറേറ്റീവ് സെന്റൻസ് ഡോണ്ടിലാവുമ്പോഴത്തേക്കും എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? നോട്ട് ടു. നോട്ട് ടു വെച്ചാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ടീച്ചർ വാണ്ട്, ഒരു വാർണിംഗ് ആണ്. ടീച്ചർ വാണ്ട് ജാക്ക് നോട്ട് ടു ബി ലേറ്റ് അഗെയിൻ ദ നെക്സ്റ്റ് ഡേ. ടുമോറോ എന്നുള്ളത് എന്തായിട്ട് മാറും? ദ നെക്സ്റ്റ് ഡേ എന്നായിട്ട് മാറും. മിസ്സസ് നളിനി ഡാഷ് ഹർ ചിൽഡ്രൻ ടു ബി ട്രൂത്ത്ഫുൾ. അപ്പോൾ ബ്രോട്ടപ്പ്, വളർത്തിയത് എന്നുള്ള മീനിങ് വരുന്നത് ബ്രോട്ടപ്പ്. പിക്ക് ഔട്ട് ദ വേർഡ് വിച്ച് ഇസ് നോട്ട് എ സിനോണിം ഓഫ് എനോർമസ്. എനോർമസിന്റെ സിനോണിം അല്ലാത്തത് ഏതാണ്? ടൈനി ആണ്. ടൈനി. ഹ്യൂജ്, ജൈന്റ്, ഇമൻസ് എല്ലാം എനോർമസിന്റെ സിനോണിമാണ്. അടുത്തത്, ഇഫ് ദ കമ്പ്യൂട്ടർ ഡാഷ് ഓൺ ഹി വുഡ് സെൻഡ് ഇമെയിൽസ്. ഇഫ് ദ കമ്പ്യൂട്ടർ ഡാഷ് ഓൺ ഹി വുഡ് സെൻഡ് ഇമെയിൽസ്. ഇഫ് ക്ലോസ് ആണ്. അപ്പോൾ ഇതിൽ മെയിൻ ക്ലോസ് നോക്കിക്കഴിഞ്ഞാൽ വുഡ് പ്ലസ് V1 ആണ്. വുഡ് പ്ലസ് V1 വരണമെന്നുണ്ടെങ്കിൽ ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ കിടക്കുന്നത് വാസ് മാത്രമേ ഉള്ളൂ. വാസാണ് ഉത്തരം. യു ഹാഡ് ബെറ്റർ ഡാഷ് ഇൻ ടൈം. ഏതാ? റീച്ച്. യു ഹാഡ് ബെറ്റർ റീച്ച് ഇൻ ടൈം. റീച്ച് ആണ് ആൻസർ. ബിസിനസ് ഹാസ്
now become very dog eat dog. Choose the meaning for the idiom dog eat dog. Dog eat dog എന്ന ഇഡിയത്തിന്റെ അർത്ഥം എന്താണ്? കോമ്പറ്റിറ്റീവ് ഫോർ പ്രോഫിറ്റ്, ലാഭത്തിന് വേണ്ടിയിട്ട് മത്സരിക്കുക. അതാണ് ഡോഗ് ഈറ്റ് ഡോഗ് എന്ന ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. $100 dash a high price to pay. $100 is a high price to pay. Mr. John dash letters every day. Every day എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ചെയ്യുന്നതാണ്. അപ്പോൾ ഹാബിച്വൽ ആക്ഷൻ ആകുമ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഏതാ? റൈറ്റ്സ്. റൈറ്റ് ആണെങ്കിൽ റൈറ്റ്സ് വരണം. ഇവിടെ റൈറ്റ്സ് വരാൻ കാരണം മിസ്റ്റർ ജോൺ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട്, സിംഗുലർ നൗൺ ആയതുകൊണ്ട് എസ് ഓർ ഇ എസ് ആണ് ചേർക്കാനുള്ളത്. വാട്ട് ഈസ് ദ കമ്പാരിറ്റീവ് ഫോം ഓഫ് ദ അഡ്ജക്റ്റീവ് ബാഡ്? ബാഡിന്റെ കമ്പാരിറ്റീവ് ഫോം എന്താണ്? ബാഡ് വേഴ്സ്. വേഴ്സ് ആണ് ആൻസർ. ടോം റിസീവ്ഡ് റിച്ച് ഡാഷ് ഫോർ ഹിസ് റെസിറ്റേഷൻ. അപ്പോൾ പ്രശംസ, പ്രശംസ എന്നുള്ളതാണ് കോംപ്ലിമെന്റ്സ്. COMPLIMENTS. വി വെർ എൻചാൻഡഡ് ബൈ ഹിം. അതിന്റെ ആക്റ്റീവ് വോയിസ് ആണ്. പാസീവ് വോയിസ് ആണ് തന്നിരിക്കുന്നത്. പാസീവ് വോയിസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ളതാണ് തന്നിരിക്കുന്നത്. വാസ് ഓർ വെയർ പ്ലസ് V3. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഹി എൻചാൻഡഡ് അസ്. ഹി എൻചാൻഡഡ് അസ്. അടുത്ത ചോദ്യം, പ്രിൻസ് പ്രിൻസസ്. അങ്ങനെയാണെങ്കിൽ ഡ്യൂക്കിന്റെ ഫെമിനൈൻ എന്തായിരിക്കും? ഫെമിനൈൻ ജെൻഡർ ഡച്ചസ്. ഡച്ചസ് ആണ്. ചിൽഡ്രൻ ഹാർഡ്ലി എവർ സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഹാർഡ്ലി, സ്കെയർസ്ലി, ബെയർലി, സെൽഡം ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. അപ്പം സ്പീക്ക് എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്യുക ഡു പ്ലസ് സ്പീക്ക്. കാരണം ചിൽഡ്രൻ എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് ഡു ആണ്. അപ്പോൾ പോസിറ്റീവ് ടാഗ് ആയതുകൊണ്ട് ഡു ദേ. ഡു ദേ ആണ് ആൻസർ. റൈറ്റ് ദ പ്ലൂറൽ ഫോം ഓഫ് ദ കോമ്പൗണ്ട് വേർഡ് സൺ ഇൻ ലോ. സൺ ഇൻ ലോയുടെ പ്ലൂറൽ ഫോം എന്താണ്? സൺസ് ഇൻ ലോ. സൺ ഇൻ ലോ എന്തായിട്ട് മാറും? സൺസ് ഇൻ ലോ. ചൂസ് ദ വേർഡ് വിത്ത് കറക്റ്റ് സ്പെല്ലിംഗ്. ന്യൂമോണിയയുടെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് ഓപ്ഷൻ സി ആണ്. പി സൈലന്റ് ആണ്. NEUMONIA. മലയാളം ചോദ്യങ്ങളാണ്. തദ്ധിതത്തിന് ഉദാഹരണം എഴുതുക. അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ തദ്ധിതത്തിന് ഉദാഹരണം ഒന്നിൽ കൂടുതൽ ആൻസർ ഉള്ളത് കൊണ്ട് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു. താഴെ തന്നിരിക്കുന്നവയിൽ ആദേശസന്ധിക്ക് ഉദാഹരണം. ആദേശസന്ധി നെന്മണിയാണ്. നെൽ പ്ലസ് മണി, നെന്മണി. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം എടുത്തെഴുതുക. ശരിയായിട്ടുള്ള വാക്യം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? അയാൾക്ക് ആകാശ കാഴ്ചകൾ സദാ അവിശ്വസനീയമായി തോന്നിയിരുന്നു. ശരിയായ പദം എടുത്തെഴുതുക. യശശരീരൻ. യശശരീരൻ എങ്ങനെയാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ്. യശശരീരൻ. വ്രീള എന്ന പദത്തിന്റെ അർത്ഥം, വ്രീള എന്ന പദത്തിന്റെ അർത്ഥം ലജ്ജ. ലജ്ജ എന്നതാണ്. അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? അപ്പുക്കിളി ഖസാക്കിന്റെ ഇതിഹാസം. അപ്പുക്കിളി, അള്ളാപ്പിച്ച മുല്ലാക്ക, എല്ലാരും ഖസാക്കിന്റെ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളാണ്. മൈമൂന. ഓക്കെ. അടുത്ത ചോദ്യം, കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? VV അയ്യപ്പൻ. VV അയ്യപ്പൻ. ഇൻഷിലടക്കം നോക്കി വയ്ക്കുക. ഇൻഷിൽ തിരിച്ചു കൊടുക്കാറുണ്ട്. KR മീരയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ആരാച്ചാർ ആണ്. ആരാച്ചാർ. അടുത്തത് വിവർത്തനമാണ്. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. ആവശ്യം സൃഷ്ടിയുടെ മാതാവ്. ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദേഴ്സ് ഫ്ലോക്ക് ടുഗെദർ. ഇതെങ്ങനെയാണ് വിവർത്തനം ചെയ്യുന്നത്? ഒരേ തൂവൽ പക്ഷികൾ ഒന്നിച്ച് പറക്കും. ഇത്രയാണ് അന്ന് ചോദിച്ച 100 ചോദ്യങ്ങൾ. ഇതിൽ 20 മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ക്ലാസ്സിൽ സോൾവ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം. താങ്ക് യു.